പരിശുദ്ധ ഖുർആനിലെ വളരെ മഹത്വമുള്ളൊരു സൂറത്താണ് സൂറത്ത് ദുഹാൻ. ദുഹാൻ അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ കാര്യത്തിന് ഞാൻ വളരാത്തതിൻ്റെ കാരണം അയാളുടെ കണ്ണുകടിയാണ്. അതായത് അയാളുടെ കണ്ണേറ്, അല്ലെങ്കിൽ മൂപ്പര് എന്നോട് വെച്ചിരിക്കുന്ന ശത്രുതയുടെ അസൂയയുടെ പേരിലൊക്കെയാണ് ഞാൻ വളരാത്തത് എന്ന് പലരെയും സംബന്ധിച്ച് പറയാറുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആരുടെയും കണ്ണ് തട്ടാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ പേരിൽ വരുന്ന ഭവിഷ്യത്തുകൾ, ദൂഷ്യഫലങ്ങളൊന്നും നമ്മളിലേക്ക് എത്താതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രൊട്ടക്ഷൻ വേണമല്ലോ. നമുക്കൊരു എന്താണ്, കാവൽ വലയം വേണം അല്ലെ? എന്ത് ചെയ്യുമ്പോഴും ഒരു കച്ചവടം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വിവാഹം നടത്തുകയാണ്, എന്തായിരുന്നാലും നമുക്കൊരു കാവൽ വലയം ഉണ്ടെങ്കിൽ നമുക്ക് ഷെറുകളൊന്നും വരില്ല. അത്തരത്തിൽ കാവൽ കിട്ടാൻ പറ്റുന്ന രൂപത്തിൽ സൂറത്തു ദുഹാൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം? നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബലാഹുകളെയും തട്ടിമാറ്റിയിട്ട് ആരുടെ കണ്ണും ആരുടെ ഷെറും സിഹറും ഒക്കെ നമ്മളിലേക്ക് വരാതെ തടയാൻ സൂറത്തു ദുഹാൻ പാരായണം ചെയ്യൽ മതിയാകുമെന്ന് മഹത്തുക്കൾ പറയുന്നു. സൂറത്തു ദുഹാന്റെ കൂടുതൽ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ ദുഹാൻ സൂറത്ത് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുക എന്നും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ഫായിദകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. ബലാഹുകൾ അള്ളാഹു നീക്കിത്തരട്ടെ. വീഡിയോ മുഴുവനും കേട്ടു നോക്കണേ. നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന, എല്ലാവർക്കും ആവശ്യമുള്ള ഒരു അമലാണ്, ഒരു വീഡിയോയാണ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വഴികാട്ടിയാണ്, എല്ലാ കാര്യത്തിനും വഴികാട്ടിയാണല്ലേ. ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, സഹോദരിമാരൊക്കെ വിളിച്ചിട്ട് പല വിഷമങ്ങളും പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഖുർആനിൻ്റെ സൂറത്തുകളും ആയത്തുകളും ഒക്കെ ഓതി മന്ത്രിക്കാനും അതുപോലെ തന്നെ പരിഹാരത്തിന് വേണ്ടി ഓതാനും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഉസ്താദേ കാര്യം നടന്നു എന്ന് സന്തോഷം അറിയിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ റാഹത്താണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇനിയും കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എല്ലാവരുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തരട്ടെ. ഒരുപാട് ആളുകൾ, എൻ്റെ പ്രിയമുള്ള ഇനി ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇപ്പോൾ എന്ത് പറഞ്ഞാലും പരിഹാരം കിട്ടി എന്നല്ല പറയുന്നത്, മറിച്ച് ഒരുപാട് ആളുകൾ കിട്ടാത്ത ആളുകളുണ്ട് ഇല്ലേ? പലതും പറഞ്ഞു കൊടുത്ത ഉത്സാഹങ്ങൾ കാര്യം നടക്കണില്ല, ഒരുപാട് ഓതി നോക്കിയിട്ടുണ്ട്, ഒരുപാട് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് സക്സസ് ആയി കിട്ടുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് വന്ന കുറേ മെസ്സേജുകളാണത്, ഒന്നും ചെയ്യാൻ മനസ്സ് ലഭിക്കുന്നില്ല, അതായത് എന്തെങ്കിലും നല്ലത് ചെയ്യാനുള്ളൊരു മനസ്സ് കിട്ടുന്നില്ല എന്ന്. വീട് പണി തുടങ്ങി വെച്ചിട്ടൊന്നും പൂർത്തിയായി കിട്ടുന്നില്ല, അതിലേക്ക് കടക്കാനൊരു മനസ്സ് തോന്നുന്നില്ല. ഒന്ന് പൂർത്തിയാക്കണമെങ്കിൽ അതിലേക്ക് ഇറങ്ങിത്തിരിക്കണമല്ലോ, അതിന് മനസ്സ് വരുന്നില്ല. പഠനം പാതി വഴിയിൽ കിടക്കുകയാണ്, അത് പൂർത്തിയാക്കാൻ കഴിയണില്ല. അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് പല സംഗതികൾക്കും ഹൈറായൊരു ജോലിക്ക് ശ്രമിക്കാൻ തോന്നുന്നില്ല, ശ്രമിക്കുന്ന ജോലികളൊന്നും റാഹത്തായി കിട്ടുന്നുമില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങൾ പറയുന്നത്, അതായത് ആരോ എനിക്ക് വേണ്ടി എന്തോ ചെയ്തിട്ടുണ്ട്. പലരും സംശയം അതാണ്, ആരെങ്കിലും എനിക്ക് സിഹർ ചെയ്തതാണോ, എനിക്ക് കണ്ണനുണ്ടോ? ഇപ്പോൾ ഈ സിഹർ എന്ന സംഗതിയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നൊന്നല്ല. ഒന്നാമത്തെ കാര്യം, ഇനി ചെയ്യുക എന്നുള്ളതും നിസ്സാരമായ സംഗതിയല്ല, അതും മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ ഇപ്പോൾ സിഹർ ചെയ്തു എന്നാൽ അവർ വിചാരിക്കേണ്ട ഏതാണ്ട് വലിയ കാര്യം നേടി എന്നുള്ളത്. ഈ ലോകത്ത് ഏറ്റവും വലിയ തെറ്റിൽപ്പെട്ടതാണ് എന്ത്? സിഹർ ചെയ്യുക എന്നുള്ളത്. ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ല, ഒരാളുടെ എതിരെ നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലേ? കണ്ണേറ് തട്ടുക എന്നുള്ളതൊന്നും അതൊക്കെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വന്നു പോകുന്നതാണ്. അതിപ്പോൾ മനഃപൂർവ്വം കണ്ണ് തട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതല്ല, ഒന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നതല്ല, കണ്ണ് തട്ടാൻ വേണ്ടിയിട്ട് ആക്കുന്നതല്ല. അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വിശുദ്ധ ഖുർആനും പറഞ്ഞത്, എന്തെങ്കിലും നല്ലത് കാണുമ്പോൾ നമുക്ക് അതിശയമുള്ള, അത്ഭുതപ്പെടുത്തുന്നതിൽ കണ്ടു കഴിഞ്ഞാൽ മാഷാ അള്ളാഹ് കൊണ്ട് പറയാം. അത് മാഷാ അള്ളാഹ് പറയാം, കാരണം അള്ളാഹുവാണ് അത് അങ്ങനെ ആക്കിയത്, അള്ളാഹുവാണ് അതിന് ഭംഗി കൊടുത്തത്, അള്ളാഹുവാണ് അതിന് ഉയരം കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്യണം? മാഷാ അള്ളാഹ്. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? സുബ്ഹാനല്ലാഹ്. അപ്പോൾ റബ്ബിനെ സ്മരിക്കലാണത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? കണ്ണ് തട്ടുക എന്നുള്ള പരിപാടി അവിടെ ഉണ്ടാവില്ല. അതേ സമയത്ത് എന്തൊരു വലിപ്പല്ലേ, എന്തൊരു ഭംഗിയല്ലേ, ചിലപ്പോൾ എന്ത് ചെയ്യുക? ആ വാക്ക് മതിയാവും, ആ ഒരു നോട്ടം മതിയാവും അവിടെ തീരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞ വിഷയമാണ് കണ്ണ്. അൽ ഐനു ഹഖ്തുൽ, കണ്ണ് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കണ്ണ് തട്ടിപ്പോയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒട്ടകം ചട്ടിയിലാകാൻ സാധ്യതയുണ്ട്. അതായത് മരിച്ചു പോകാൻ, മനുഷ്യൻ ഖബറിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു വിഷയമാണ് കണ്ണ്. എന്നാൽ സിഹർ എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു സാധനമല്ല, അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. ഒരാൾ നശിച്ച് കിട്ടണം എന്നുള്ളതിൽ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അങ്ങോട്ട് മനഃപൂർവ്വം കാട്ടിക്കൂട്ടിയിട്ട് അതിന് വേണ്ട അമലുകളൊക്കെ ചെയ്ത് അങ്ങനെ എന്ത് ചെയ്യുക? സിഹർ ഉണ്ടാക്കാം. എൻ്റെ അടുത്ത് പലരും വിളിച്ചിട്ട് ചോദിക്കാറ്, ഉസ്താദേ ഇന്ന ആളെ നശിപ്പിച്ച് കളയാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്യൂല, അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യൂല കേട്ടോ. അത് ഞാൻ ചോദിക്കുകയും വേണ്ട, അങ്ങനെ ഇന്ന ആൾ നശിച്ച് കിട്ടണം, അയാൾ അങ്ങനെ പണ്ടാരമാണെങ്കിൽ പോകേണ്ടത്. ഇപ്പോൾ ഈ അടുത്ത് വിളിച്ചൊരു ഉമ്മ അവരുടെ വിഷമം കൊണ്ട് ചോദിച്ചതാണ്. ആരും എന്തിനാ, കാരണം അവരെ അത്രയും ഇടങ്ങേറാക്കി, ആകെ അവരുടെ സ്വത്തും സമ്പത്തും ഒക്കെ പിടിച്ചു പറിച്ചെടുത്ത് അവരെ ഇല്ലാതെയാക്കി, അവരൊന്നും അല്ലാതായി. അങ്ങനെ അതിനുശേഷം ആ ഒരു ഗതികേട് കൊണ്ട് ചോദിച്ചു പോയതാണ്. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല. അപ്പോൾ അത്രയും ഇതിലൊക്കെ എത്തുമ്പോഴാണ് പലരും ചിന്തിക്കുക. പക്ഷേ ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം,
എത്ര ഗൗരവമുള്ള വിഷയമാണെങ്കിൽ ശരി, ഒരാൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സിഹിർ എന്നുള്ള സംഗതി ചെയ്യാൻ പാടില്ല. പക്ഷെ അത് കാരണം ഇത് ചെയ്തതുപോലെ അത്ര എളുപ്പമാവില്ല ഇത് ബാത്തിലാക്കി കളയാന്നുള്ളത്. ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞത് പിന്നെ അത് മാറ്റാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഇടങ്ങേറായിട്ടുണ്ടാവും. ചിലപ്പോൾ അയാളുടെ ജീവൻ തന്നെ പോകാൻ, ഈ ചെയ്യപ്പെട്ട ആളുടെ ജീവൻ പോകാനൊക്കെ കാരണമാവും. ഇനി അതിൻ്റെ കൂടെ ഒക്കെ വേറൊരു സംഗതി ഉള്ളത്, ഇപ്പോൾ ഈ ചെയ്തത്, ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ചെയ്തു, അയാൾക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ, അയാൾ എന്തെങ്കിലും ഈ സിഹറൊന്നും ഏൽക്കാതിരിക്കാനുള്ള കാവൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്ത ആളിലേക്ക് മടങ്ങിയെത്താൻ, തിരിച്ചടിക്കാനൊക്കെ കാരണമാവും. അതുകൊണ്ടൊക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആ ഭാഗത്തേക്ക് ചിന്തിക്കുകയേ വേണ്ട. ഒരാൾക്ക് നമ്മൾ സിഹർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇടങ്ങേറാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അതൊന്നും വേണ്ട. കൂടെ ഒത്തുന്ന സിഹറൊന്നും ഒന്നില്ല, അതൊന്നും നമുക്ക് വിജയിക്കാനുള്ള വഴിയല്ല. അതൊന്നും ചെയ്താലും രക്ഷപ്പെടുകയൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യുക, റബ്ബിനോട് ആത്മാർത്ഥമായി ദ്വാരക്ക്, അല്ലാഹുവേ ഇന്നയാളുടെ ഷെറിൽ നിന്ന് എന്നെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഇന്നയാളുടെ, അതായത് ഇന്നയാൾ എന്നെ കുറേ ആയിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, ഇടങ്ങേറാക്കുന്നുണ്ട്, നിനക്കറിയാമല്ലോ അല്ലാ, നീ എന്നെ എന്ത് ചെയ്യണം, അയാളുടെ ഷെറിൽ നിന്നും രക്ഷിക്കണം. അത് അല്ലാഹു എങ്ങനെയാണോ രക്ഷിക്കാൻ ഉദ്ദേശിച്ചത് അതുപോലെ രക്ഷിച്ചോട്ടെ. അയാളുടെ ഷെറ് നീക്കിയിട്ട് അയാളുടെ ശത്രുത മാറ്റി മിത്രമാക്കി, ഓക്കെ, നമുക്കത് മതി. ശത്രുത മാർക്കിട്ടിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ അയാളെ നമ്മുടെ അടുക്കിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഒക്കെ ആക്കി, നമ്മൾ അയാളെ തമ്മിൽ എന്ത് ചെയ്യുക, അല്ലാഹു അകറ്റി. എന്നാലും എന്താ, റബ്ബ് അത് ഹൈർ ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ അകറ്റണമെന്നോ അല്ലെങ്കിൽ അയാളെ കൊന്നു കളയണമെന്നോ ഇല്ലാതാകണോ ഒന്നും ചോദിക്കണില്ല. അള്ളാഹിനോട് ചോദിക്കുന്നത്, അല്ലാഹു അയാളുടെ ശത്രുതയിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ, ഇടങ്ങേറിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാ എന്ന്. അപ്പോൾ ആ ഒരു രൂപത്തിൽ എന്ത് ചെയ്യുക, റബ്ബിനോട് ദ്വാരക്ക്, അള്ളാഹിനോട് ഏൽപ്പിക്കുക. ഫലമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റാരാണ് നമ്മുടെ കാര്യങ്ങൾ റാഹത്താക്കി തരാനുള്ളത്? ഇൻഷാ അല്ലാഹ് ഞാൻ അതിനു പറ്റിയ 1-2 അമലുകൾ ഇൻഷാ അല്ലാഹ് പറയാം. സൂറത്തു ദുഖാൻ നമ്മളൊക്കെ അറിയാം, വിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു സൂറത്താണ്. കേവലം 59 ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത്. അതിൻ്റെ ആയത്തുകളും വളരെ ചെറിയ. ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുമ്പോൾ വളരെ മനോഹരമായ ഒരു സൂറത്താണ് അല്ലേ? ഓതുന്നവർക്കൊക്കെ അറിയാം. അത് വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റിയ ഒരു സൂറത്താണ്. ശീലമാക്കി കഴിഞ്ഞാൽ കാണാതെ പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു സൂറത്താണ്. സൂറത്ത് കേവലം 59 ആയത്തുകൾ. അതിൻ്റെ വാക്കുകളുടെ, അതിലെ കെലിമത്തുകളുടെ എണ്ണം പറയുന്നത് 346 വാക്കുകൾ മാത്രമേ ഉള്ളൂ. 346 വാക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ആയത്തുകളെ ഉള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം ആ ഒരു സൂറത്ത് ആരെങ്കിലും ഒരാൾ സൂറത്തു ദുഖാൻ പാരായണം ചെയ്തു, എപ്പോൾ ഒന്നിരിക്കൽ ഫർദ് നിസ്കാരത്തിൽ ഓതി, അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിൽ ഓതി. ഒന്നീ ഫർദ് നിസ്കാരത്തിൽ, ഏതെങ്കിലും ഒരു ഫർദ് നിസ്കാരത്തിൽ സൂറത്തു ദുഖാൻ ഓതി നിസ്കരിച്ചു, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും സുന്നത്തായ നിസ്കാരത്തിൽ നവാഫിൽ ഓതി. എന്നാൽ ബഅസഹുല്ലാഹു മഅൽ ആമിനീന യൗമൽ ഖിയാമ, നാളെ ആ മനുഷ്യൻ ഖിയാമത്ത് നാളിൽ വരുന്നത് നിർഭയരായ ആളുകളോടൊപ്പം, അതായത് ഒരു പേടിയില്ലാത്ത ആളുകളോടൊപ്പം ആയിരിക്കും എന്ത് ചെയ്യുക. നാളെ മഹ്ശറിൽ വരുമ്പോൾ കുറേ ആളുകൾ അങ്ങനെ ഉണ്ടാവും, അവർക്കൊരു പേടിയൊന്നും ഉണ്ടാവില്ല, ടെൻഷനൊന്നും ഉണ്ടാവില്ല അല്ലേ? പരീക്ഷാ പേപ്പർ, അതായത് എക്സാം ഹാളിൽ വെച്ച് കൃത്യമായിട്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി പഠിച്ചു വന്ന് ഉത്തരം എഴുതിയ ഒരാൾ, അയാൾക്ക് റിസൾട്ട് കിട്ടുന്ന ദിവസം, റിസൾട്ട് ബോർഡിൽ തൂങ്ങുന്ന ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും? ഇല്ല. കാരണം അയാൾക്ക് ഉറപ്പുണ്ട്, ഞാൻ എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ചെന്ന് വീട്ടിൽ നോക്കിയപ്പോൾ എഴുതിയതെല്ലാം ശരിയാണ്, ഓക്കെ. എക്സാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കിയപ്പോൾ എഴുതിയൊക്കെ പെർഫെക്റ്റ് ആണ്, ഓക്കെയാണ്. അയാൾക്ക് എന്തെങ്കിലും ബേജാറുണ്ടാവും? ഒരു ബേജാറില്ല, റിസൾട്ടാണ് വരട്ടെ, വന്നെന്താ അല്ലേ? ഇതുപോലെ ഈ മഹ്ശറിൽ ചെല്ലുമ്പോൾ, ഈ ദുനിയാവിൽ പെർഫെക്റ്റായിട്ട് ജീവിച്ച ചില ആളുകളുണ്ട്, അവർക്ക് മഹ്ശറിൽ ചെല്ലുന്ന സമയത്ത് വലിയ ബേജാറൊന്നും ഉണ്ടാവില്ല. അവർക്ക് ബേജാറാണ്ട് ആവശ്യമില്ല. കാരണം അവിടെ വെച്ച് വലിയ തെറ്റുകളൊന്നും ചെയ്യാൻ, റബ്ബിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയിലുള്ള തെറ്റുകളൊന്നും അയാൾ ചെയ്തിട്ടില്ല. എന്നാലും വിഭാഗത്തിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിലായിരിക്കും നാളെ എന്ത് ചെയ്യുക, സൂറത്തു ദുഖാൻ പാരായണം ചെയ്ത ആളുകൾ അള്ളാഹു ഒരുമിച്ച് കൂട്ടുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ചേർത്ത് തരുമാറാട്ടെ. അത് വലിയൊരു കൂട്ടമാണ്, അത് വലിയൊരു കാറ്റഗറിയാണ്. അവിടെ ചേരണമെങ്കിൽ വലിയ പാടുണ്ട്. അപ്പോൾ അതിന് വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് സുന്നത്ത് നിസ്കാരത്തിലോ അല്ലെങ്കിൽ ഫർദ് നിസ്കാരത്തിലോ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്ത്, ഇനി കാണാതെ ഓതാൻ അറിയില്ലെങ്കിൽ നോക്കി ഓതിയാലും മതി. ഖുർആൻ എടുത്ത് വെച്ചിട്ട് നോക്കി ഓതാൻ പറ്റും, വലിയ അനക്കമൊന്നും ഇല്ലാത്ത രൂപത്തിൽ നോക്കി ഓതാൻ പറ്റും. ഇപ്പോൾ മൊബൈൽ ഫോണുകളിലൊക്കെ നമുക്കത് കിട്ടും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പിടിച്ച് മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിട്ടാൽ മതി അല്ലേ? അപ്പോൾ അങ്ങനെ ഓതാം. ഇനിയോ അതുപോലെ വല്ലല്ലഹു തഹ്ത അർശി, അത് മാത്രമല്ല നാളെ അർശിൻ്റെ തണൽ ആ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കും. നാളെ ആ വ്യക്തിയെ നിർത്തുന്നത് ചുട്ടുപൊള്ളുന്ന മഹ്ശറിൽ അർശിൻ്റെ തണലിൽ നിൽക്കാനുള്ള അവസരം കൊടുക്കും. വഹാസബഹു ഹിസാബൻ യസീറ, എല്ലാവർക്കും നാളെ ചോദ്യം ഉണ്ടാവും, ഹിസാബ് ഉണ്ടാവും. എന്നാൽ ഈ വ്യക്തിയെ എന്താ അള്ളാഹു ചോദ്യം ചെയ്ത് വളരെ നിസ്സാരമായിട്ടായിരിക്കും. ചില ആളുകളുണ്ടാവും എന്ത് ചെയ്യുക, ആ പേരും വയസ്സും ചോദിച്ചിട്ട് പറഞ്ഞുവിടാം അല്ലേ? ചില ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആളുകളെ കുത്തിയിരുത്തിയിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കും, ഇന്നത് എന്താണ് മറ്റേതെന്താണ് മറിച്ച് എന്താണെന്നൊക്കെ ചോദിക്കും. എന്നാൽ ചില കുട്ടികൾ വന്നു, അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, പേര് ചോദിച്ചു, സ്ഥലം ചോദിച്ചു, പോയിക്കോ അപ്പോയിൻമെൻറ്റ് അവർ ചെയ്തു. അങ്ങനെ ചെയ്യുന്ന ചില ഇൻ്റർവ്യൂകളുണ്ട് അല്ലേ? അതെന്താ റെക്കമെൻഡേഷൻ ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇയാളുടെ സ്വഭാവത്തെപ്പറ്റി നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും, ഇയാളുടെ റൂട്ടിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും, മുൻകാലങ്ങളിൽ ജോലി ചെയ്തിട്ട് സ്ഥലങ്ങളിലുള്ള ഇയാളുടെ പെരുമാറ്റത്തെ സംബന്ധിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, വലിയ ചോദ്യം പറച്ചിലൊന്നും ആവശ്യം വരില്ല, പോയിക്കോ കയറിക്കോട്ടെ ഇല്ലേ?
അങ്ങനെ ഉള്ള ആളുകളുണ്ട്. അതുപോലെ ഹിസാബുൻ യസീർ ആയിരിക്കും, അവിടെ നിസ്സാരമായി ചോദ്യമൊന്നും ഉണ്ടാവില്ല, പോവും കയറിയ. അവരുടെ ഹിസാബിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജസ്റ്റ് എന്ത് ചെയ്യും, നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ LED സ്ക്രീനിലൊക്കെ ഈ നമ്മുടെ വിഷ്വൽ കാണുന്ന പോലെ അവർ ചെയ്ത അമലുകളൊക്കെ ഒന്നിങ്ങനെ കാണിച്ചു, ഒരു മിന്നി നമ്മൾ സ്വപ്നം കാണൂലേ, ഒന്നിങ്ങനെ എന്ത് ചെയ്യാം, ആ സ്വപ്നത്തിൽ എത്രയോ സംഗതികൾ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഒരു സെക്കൻഡിൻ്റെ കുറഞ്ഞ സമയമൊക്കെ ആയിരിക്കും ആ സ്വപ്നം കാണുന്നുണ്ടാവുക, അത്ര സമയമുള്ളൂ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യും, അവരുടെ ജീവിതത്തെ പറ്റി ഒന്നിങ്ങനെ കാണിച്ചു പോകും, തീർന്നു അവരുടെ വിചാരണ കഴിഞ്ഞു, അവിടെ ചോദ്യപ്പറച്ചിലൊന്നും ഉണ്ടാവില്ല. വഅഅതാഹു കിതാബഹു ബിയമീനി, അത് മാത്രമല്ല നാളെ നന്മതിന്മകൾ എഴുതിയ കിതാബുകളെ വലത് കൈയിൽ അവർക്ക് അള്ളാഹു കൊടുക്കും. വലത് കൈയിൽ കിതാബ് കിട്ടാൻ ഭാഗ്യം ലഭിച്ചവർ സ്വർഗ്ഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന. ആരാണ് അസ്ഹാബുൽ മൈമനീങ്ങൾ? അതായത് വലതയിൽ കിതാബ് കിട്ടുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചപ്പോൾ അതിന് വലിയ മറുപടിയാണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തത് പറഞ്ഞു തന്നത്. ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മംദൂദ് വദില്ലിൻ മംദൂദ്, നീണ്ട തണലുകളിലായിരിക്കും അവർ, അവർക്കതുപോലെ തന്നെ തീരാത്ത അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ അവരുടെ മഹത്വം പറയുന്നുണ്ട് വലതു കൈയിൽ കിതാബ് വാങ്ങുന്ന ആളുകൾക്ക്. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ചേർത്ത് പെരുമാറട്ടെ. ഇനിയോ ആരെങ്കിലും ഒരാൾ ജനങ്ങളുടെ കണ്ണിൽ നിന്നും, അതായത് ഈ ഇടങ്ങേറിൽ നിന്നും രക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് മൊത്തത്തിലുള്ള ഒരു നേട്ടമാണ്, ഒരുപാട് നേട്ടങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഓരോ അക്ഷരങ്ങൾക്കും പരിശുദ്ധമായ ഈ സൂറത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും എന്ത് ചെയ്യുക, ഓരോ ദറജ അയാൾക്ക് വർദ്ധിക്കും എന്നല്ല 10 ദറജ വീതം വർദ്ധിക്കുമെന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ വസ്തഗ്ഫറ ലഹു 70 അൽഫൻ മിനൽ മലായിക, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് 70,000 മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന്. ആര്? ഈ ഒരു സൂറത്ത് ദുഹാൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് 70,000 മലക്കുകൾ ഇങ്ങനെ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം, അല്ലാഹു ഇന്ന വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ, അല്ലാഹ് എന്ത് ചെയ്യുക, ആ വ്യക്തിക്ക് നീ ഇന്നത് പുറത്തു കൊടുക്കണേ എന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, ഇസ്തിഗ്ഫാർ ചൊല്ലും മലക്കുകൾ ഇരുന്നിട്ട്. വഗഫറല്ലാഹു ലഹു, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് അല്ലേ. ഇനി ആരെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഹ്മിൽ സൂറത്ത് ദുഹാൻ മാക്ക്, ആ വ്യക്തിയുടെ കൂടെ എന്ത് ചെയ്യുക, സൂറത്ത് ദുഹാൻ എഴുതിയത് ചുമക്കാം. മൊത്തത്തിൽ എഴുതാൻ കഴിയുമെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി അതല്ല എങ്കിൽ സൂറത്ത് ദുഹാൻ മാത്രമായിട്ട് എഴുതിയത് കിട്ടുമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ കോപ്പി എടുക്കാനോ ഒക്കെ പറ്റുമെങ്കിൽ അത് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഖുർആനാണ്, അപ്പോൾ എന്ത് ചെയ്യണം, അത് അത്രയും അതബോടുകൂടി മര്യാദയോട് കൂടിയിട്ടാണ് സൂക്ഷിക്കേണ്ടത്. അത്രയും മര്യാദ അതോട് കൂടിയിട്ട് ബാത്റൂമിലോ മറ്റൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ഉതോട് കൂടിയിട്ടാണ് അത് ചുമക്കാൻ പറ്റുള്ളൂ, അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ചുമക്കുമ്പോൾ വളരെ അതവോട് കൂടിയിട്ട് ചുമക്കാൻ ശ്രമിക്കുക. ഇനി അതല്ല എന്തിനേലുമൊക്കെ പൊതിഞ്ഞ് ഭദ്രമായിട്ട് സൂക്ഷിച്ച് ഏലസോ മറ്റൊക്കെ കീടുകയാണെങ്കിൽ എന്തില്ല, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഒരാൾ കൂടെ കൊണ്ട് നടക്കുകയാണെങ്കിൽ വലിയ കാവൽ ലഭിക്കും. അതുപോലെ തന്നെ ലിൽ അമാനി മിനൻ നമ്മാം, നമ്മാമിങ്ങൾ, നമീമത്ത് പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾ, നമ്മാമിങ്ങൾ, അവരിൽ നിന്ന് രക്ഷ കിട്ടണം എന്നുണ്ടെങ്കിൽ സൂറത്തു ദുഹാൻ എന്ത് ചെയ്യുക, എഴുതിയ പിഞ്ഞാണത്തിലോ മറ്റോ എഴുതിയിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമീമത്തുകാരുടെ നമീമത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ മുഖ്യമായ എന്തെങ്കിലും കാര്യം നേടിയെടുക്കണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം. 70 മറത്തൻ, 70 തവണ സൂറത്തു ദുഹാൻ ഒരാൾ പാരായണം ചെയ്ത് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ വേണ്ടി ആ കാര്യം അള്ളാഹു നടപ്പാക്കി കൊടുക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ കാര്യങ്ങൾക്ക് റാഹത്താക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തു ദുഹാൻ ഓതൂലെ ഇന്ന് മുതൽ പാരായണം ചെയ്യാൻ ശ്രമിക്കുക, ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇത് ഖുർആനാണ്, ഖുർആനെ പറ്റിയാണ് പറഞ്ഞത്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂലിയും കൂടെ നമുക്ക് കിട്ടും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു വെച്ചേക്കുക. അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കാൻ അത് കാരണമായി തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ മറ്റും നമ്മുടെ കമൻറ്റുകളായി രേഖപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടൊക്കെ അവിടെ എഴുതാം. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ മജ്‌ലിസുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കും. അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.